നമ്മൾ ഇന്ന് ചെയ്യുന്ന ശസ്ത്രക്രിയ ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞ സർജറിയാണ്. ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് മുട്ടിൻ്റെ തേയ്മാനത്തിന് ചെയ്യുന്ന സർജറിയാണ്. അതായത് മുട്ടിൻ്റെ തരുണാസ്ഥി തേഞ്ഞ് പോവുക. തരുണാസ്ഥി തേഞ്ഞ് കഴിഞ്ഞാൽ അതിന് പല ഗ്രേഡ്സ് ഉണ്ട്. ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3, ഗ്രേഡ് 4. നമ്മൾ ഈ സർജറി എന്തിനാണ് ചെയ്യുന്നത്? അത് ഈ മുട്ടിൻ്റെ തരുണാസ്ഥി തേഞ്ഞ് പോകാൻ പല കാരണങ്ങളുണ്ട്. അതൊന്നുമില്ലെങ്കിൽ ചിലപ്പം നേരത്തെ പറ്റിയ എന്തെങ്കിലും ആക്സിഡൻറ്റ് കാരണം വരാം, അല്ലെങ്കിൽ വാദം സംബന്ധമായ രോഗങ്ങൾ ബേസിക്കലി മുട്ടിനെ ബാധിച്ചാൽ വരാം. അത് ആമവാദമാണെങ്കിലും ശരി, സീറോ നെഗറ്റീവ് ആണെങ്കിലും ശരി, സോറിയാസിസ് ആണെങ്കിലും ശരി, അതല്ലെങ്കിൽ ഇൻഫെക്റ്റീവ് പ്രോസസ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, പഴയ സെപ്റ്റിക് ആർത്രൈറ്റിസ്, പഴയ ട്യൂബർക്ലോസിസ് ഒക്കെ ബേസിക്കലി ജോയിൻസിനെ എഫക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ മുട്ടിന് തേയ്മാനം വരാം. അപ്പം ആ തേയ്മാനത്തിൻ്റെ സ്റ്റേജ് അങ്ങ് അറ്റം എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നമുക്ക് തീരെ നടക്കാൻ പറ്റാതെ വരിക. അതായത് ഇപ്പം കൂടുതലും സ്ത്രീകളിലാണ് നമ്മളിത് കൂടുതലും കാണപ്പെടുന്നത്. കാരണം അവരുടെ ബോഡി വെയ്റ്റ് മാസ് ഇൻഡെക്സ് കുറച്ച് കൂടുതലാണ്. അങ്ങനത്തെ ആൾക്കാർക്ക് കിച്ചണിൽ നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്, ഒരു 15 മിനിറ്റ് കൂടുതൽ നിന്ന് കഴിഞ്ഞാൽ ഇരിക്കണം, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് ഇരുന്നിട്ട് എണീക്കുമ്പോഴത്തേക്കും മുട്ടിന് വേദന, പടി കയറാൻ നേരത്ത് ബുദ്ധിമുട്ട്, പടി ഇറങ്ങാൻ നേരത്ത് ബുദ്ധിമുട്ട്. അപ്പം ദിനചര്യ ആക്ടിവിറ്റീസിനെ അത് ഭയങ്കരമായിട്ട് ബാധിക്കുമ്പോഴാണ് നമ്മൾ ഈ സർജറിയെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നത്. അപ്പോൾ അതിന് ആദ്യം നമ്മളൊരു എക്സ്റേ എടുത്ത് നോക്കും. ആ എക്സ്റേ ഒരു അലൈൻമെൻറ്റ് എക്സ്റേ ആയിരിക്കും. അലൈൻമെൻറ്റ് എക്സ്റേ എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത് ഏത് സ്റ്റേജിലാണെന്നുള്ളത്. ആ സ്റ്റേജിനനുസരിച്ചാണ് നമ്മൾ തീരുമാനിക്കുന്നത് ഈ ഒരു സർജറി ചെയ്യണോ വേണ്ടേ എന്നുള്ളത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3, ഗ്രേഡ് 4 ആണെങ്കിൽ അതിനകത്തൊരു 3 ഗ്രേഡ്സ് വരെ നമുക്ക് സർജറി ഇല്ലാതെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാം. പക്ഷേ ഗ്രേഡ് 4 ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ തേയ്മാനമാണെങ്കിൽ നമുക്ക് ഈ ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് സർജറിയാണ് അതിന് ഏറ്റവും ഉത്തമമായ ട്രീറ്റ്മെൻറ്റ്. നമ്മളൊരു ഗ്രേഡ് 4 ഓസ്റ്റിയോ ആർത്രൈറ്റിസിലാണ് അല്ലെങ്കിൽ സന്ധിവാതത്തിലാണ് നമ്മൾ ഈ സർജറി യൂഷ്വലി പേഷ്യൻസിന് ചെയ്യുന്നത്. അപ്പോൾ അത് ഒരു പേഷ്യൻ്റ് നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മളാദ്യം ബേസിക്കായിട്ട് കുറേ ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ ചെയ്യും, എക്സ്റേസ് ഒക്കെ എടുത്ത് നോക്കും. അതും അലൈൻമെൻറ്റ് എക്സ്റേ, സ്റ്റാൻഡിങ് എക്സ്റേസ് എടുത്ത് നോക്കും. ചില ആൾക്കാരിൽ കാലിന് വളവ് കൂടുതൽ കാണും. അത് ഉള്ളിലേക്കുള്ള വളവായിരിക്കും അല്ലെങ്കിൽ പുറമേ ഉള്ള വളവായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ വളവും കൂടെ നമ്മൾ കറക്റ്റ് ചെയ്ത് കാൽമുട്ട് നേരെയാക്കി കൊടുക്കണം. അപ്പോൾ അതിനാണ് ഈ സർജറി ചെയ്യുന്നത്. അപ്പം അതിന് നമ്മൾ പ്രോപ്പറായിട്ട് ആ പേഷ്യൻറ്റിനെ ഇവാലുവേറ്റ് ചെയ്ത് ബോഡിയിൽ ഒരു സ്പെക്ക് ഓഫ് ഇൻഫെക്ഷൻ ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമാണ് നമ്മൾ ഈ സർജറിയിലേക്ക് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇനി ഈ സർജറിയെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സർജറിക്കകത്ത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ തൊടയുടെ എല്ലിൽ നിന്നും കാലിൻ്റെ എല്ലിൽ നിന്നും നമ്മളൊരു 8 mm and 9 mm ബോണാണ് റിസെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടലി 17 mm. അത് റിസെക്റ്റ് ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള ആർട്ടിഫിഷ്യലായിട്ടുള്ളൊരു പ്രോസസ്സസാണ് നമ്മൾ ഉള്ളിൽ വെക്കുന്നത്. ഈ പ്രോസസ്സസ് ഒരു കൊബാൾട്ട് ക്രോമിയം മെറ്റൽ അല്ലെങ്കിൽ ടൈറ്റാനിയം മെറ്റലുള്ള പ്രോസസ്സായിരിക്കും. അതിന് നടുക്കൊരു സ്പേസർ കാണും. അപ്പം ഇതിൻ്റെ ഇപ്പോഴത്തെ ഒരു ടെക്നോളജി വൈസ് നമ്മുടെ നാട്ടിൽ ഇപ്പം അവൈലബിൾ ആയിട്ടുള്ള ഈ ഇംപ്ലാൻസ് ലോഞ്ചിവിറ്റി ഒരു 20 years വരെ ഒക്കെ വെൽ ഡൺ നീ ആണെങ്കിൽ ലാസ്റ്റ് ചെയ്യും. പേഷ്യൻസിന് നോർമലായിട്ട് പടി കയറാം, പടി ഇറങ്ങാം, ട്രെഡ്മില്ല് ചെയ്യുന്ന ആൾക്കാരുണ്ട്, നടക്കാൻ പോകുന്ന ആൾക്കാരുണ്ട്, വണ്ടി ഓടിക്കുന്ന ആൾക്കാരുണ്ട്. സോ ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് ഒരു റെസ്ട്രിക്ഷനും വരാതെ എല്ലാ ആക്ടിവിറ്റീസിലും തിരിച്ചു പോകാനുള്ള ഒരു സർജറിയാണിത്. ഇപ്പം നമുക്ക് പുതിയ ടെക്നോളജീസ് ഉണ്ട്, പുതിയ സർജിക്കൽ ടെക്നീക്സ് ഉണ്ട്, പുതിയ തിയേറ്റർ സെറ്റപ്സ് ഉണ്ട്. അപ്പം ഇതൊക്കെ വരുമ്പോഴത്തേക്ക് ആ സക്സസ് റേറ്റ് ഓഫ് സർജറിയും വളരെ വളരെ കൂടുതലാണ്. ഈ സർജറി ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ, അതായത് ബേസിക്കലി ഫിസിയോതെറാപ്പി ഒരു മേജർ ഘടകമാണ്. ആ ഫിസിയോതെറാപ്പി ഉണ്ടെങ്കിൽ മാത്രമേ കറക്റ്റായിട്ട് ഈ നീ റീപ്ലേസ്മെൻറ്റിൻ്റെ ഒരു സക്സസ് റിസൾട്ടും വരാനുള്ള സാധ്യതയുള്ളൂ. സോ ആ ഫിസിയോതെറാപ്പി സെഷൻസ് നമ്മൾ യൂഷ്വലി ഡിവൈഡ് ചെയ്തിരിക്കുന്ന ഒരു 15 സെഷൻസാണ്. അതായത് നമ്മൾ വീക്ക്ലി ട്വൈസ് വെച്ചിട്ട് ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് ആ പേഷ്യൻറ്റിനെ വിസിറ്റ് ചെയ്യും, ഹോം വിസിറ്റ് ചെയ്ത് അതുപോലെ ഒരു 15 സെഷൻസ്. ഈ 15 സെഷൻസ് കഴിയുമ്പോഴാണ് അത് പല സ്റ്റേജസ് ഓഫ് എക്സസൈസ് ഉണ്ട്. മുട്ട് മടക്കുന്നതും മുട്ട് നിവർക്കുന്നതും സ്ട്രെങ്ത് കൂട്ടുന്ന എക്സസൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യുകയാണെങ്കിൽ, കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ റിസൾട്ട്സും വളരെ നല്ലതാണ്. പേഷ്യൻറ്റിന് തിരിച്ച് പഴയതുപോലത്തെ നോർമൽ ആക്ടിവിറ്റീസിലേക്ക് എളുപ്പമായിട്ട് തിരിച്ചു പോകാം.